കൊല്ലത്ത് പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണമെന്ന പഞ്ചായത്ത് തീരുമാനം അട്ടിമറിച്ച് പൊതുമരാമത്ത് വകുപ്പ്. പാകിസ്ഥാൻ മുക്ക് എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് പൊതുമരാമത്ത് വകുപ്പ് പുനഃസ്ഥാപിച്ചു. CPM ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്തിലാണ് സംഭവം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജനം TV ക്യാമ്പയിനെ തുടർന്നാണ് പാകിസ്ഥാൻ മുക്ക് എന്ന പേര് മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇത് അട്ടിമറിച്ചുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെ കൃത്യമായി ജനം TV നടത്തിയ ക്യാമ്പയിൻ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് ആ ക്യാമ്പയിൻ മികച്ച ഫലം കണ്ടു. ആ തരത്തിൽ ഒരു ബോർഡ് അവിടുന്ന് മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ആ ബോർഡ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? നീലിമ, ഇത് പുതുതായി സ്ഥാപിച്ച ഒരു ബോർഡാണ്. അതായത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിലൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചത്. ആ സ്ഥാപിച്ച ബോർഡിലാണ് പാകിസ്ഥാൻ മുക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ സ്ഥലം ഏറെക്കാലമായി പാകിസ്ഥാൻ മുക്ക് അറിയപ്പെട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജനം TV ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പയിനിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രതികരിച്ചത് ഇങ്ങനെ ഒരു പേര് ഇവിടെ വേണ്ട എന്നുള്ളതാണ്. അത് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്തിലുണ്ടാകുന്നു, ഇനി ഈ പേര് ഇവിടെ വേണ്ട എന്നുള്ളത്. അത്തരത്തിൽ സർക്കാരിന് ഇത് കത്ത് അയക്കുന്നു. പഞ്ചായത്തിൽ ഈ കാര്യം LDFന്റെ പ്രതിനിധികളടക്കം അംഗീകരിച്ചുകൊണ്ട്, CPM മെമ്പർമാരടക്കം അംഗീകരിച്ചുകൊണ്ടാണ് ഈ കത്ത് അയക്കുന്നത്. അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി കാത്തു നിൽക്കുമ്പോഴാണ് പുതുതായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ പാകിസ്ഥാൻ മുക്കെന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇതിൽ ഉയർന്നു വരുന്നത്. എത്രയും വേഗം ഈ ബോർഡ് ഈ സ്ഥലത്ത് നിന്നും മാറ്റണം എന്നുള്ളത് തന്നെയാണ്. സാധാരണയായി ഈ സ്ഥലം, അതായത് ഈ കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. ഈ കടമ്പനാട് നിന്ന് ഏനാത്തേക്കുള്ള വഴിയിലാണ് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്തെ കടകളിലൊക്കെ തന്നെ നമുക്ക് പാകിസ്ഥാൻ മുക്കെന്ന പേര് കാണാൻ സാധിച്ചിരുന്നു. അന്ന് അവിടെ എത്തിയപ്പോൾ ഈ ബസ്സിൽ പോലും ടിക്കറ്റ് എടുക്കുന്നവർ ഈ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് എത്തുന്നത്. അതൊക്കെ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനകരമാണ് എന്നുള്ള കാര്യം ജനം TVയിൽ തന്നെ അവർ പ്രതികരിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് ഭാരതീയരെ മതം നോക്കി കൊലപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിൽ ഭീകരരുടെ ഈ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ പേര് നമ്മുടെ നാട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനം അവിടെ. മനോജ്, തുടരുക. ഇപ്പോൾ കുന്നത്തൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ അനീഷ്യ KG നമ്മോടൊപ്പം ചേരുകയാണ്. അനീഷ്യ, ഈ പഞ്ചായത്തിന്റെ തീരുമാനം പാകിസ്ഥാൻ മുക്ക് എന്ന ബോർഡ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നല്ലോ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത്തരത്തിൽ ജനം ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊരു നടപടി ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നമസ്തേ മാഡം. നമസ്തേ. ഇത് ഒരു PWD റോഡാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജംഗ്ഷൻ നിലനിൽക്കുന്നത്. അപ്പൊ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ആ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. PWD ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതികരിക്കുകയും ഈ ഒരു ജംഗ്ഷൻ നമ്മുടെ നാടിന് ആവശ്യമില്ല, ഈ ഒരു പേര് ആവശ്യമില്ല എന്ന് നമ്മൾ ഐക്യകണ്ഠേന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ആ തീരുമാനം സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 6 മാസമായി. പക്ഷെ അതിന് പിന്നീട് നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അനീഷ, ഈ ബോർഡ് രണ്ടാമതും ഇത്തരത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം പഞ്ചായത്ത് ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചോ? ഇത് രണ്ടാമത് വെക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ആ റോഡ് പണി കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത് PWD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കണമെന്ന് അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഈ ജംഗ്ഷന്റെ പേര് മാറ്റിയതിനെ കുറിച്ചുള്ള കത്തൊന്നും പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല, സർക്കാരിൽ നിന്നോ ലഭിച്ചിട്ടില്ല. അപ്പം നിലവില് ആ റോഡിന്റെ പേര് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് ബോർഡ് വെച്ചേ പറ്റൂ എന്നാണ് PWD പ്രതികരിച്ചിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീമതി അനീഷ്യ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മനോജിലേക്ക് പോവുകയാണ്. മനോജ്, ഇതിനെതിരെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി കുന്നത്തൂര് ശക്തമായി പ്രതികരിക്കും. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ട് നടപടി എടുത്തില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. അനീഷയെ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇത് CPM ഭരിക്കുന്ന പഞ്ചായത്താണല്ലോ ഈ കുന്നത്തൂർ. അപ്പോൾ 6 മാസം മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു. പക്ഷേ പിന്നീടുള്ള നടപടിക്രമങ്ങൾ ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
അതെ അതെ, ഇത് പഞ്ചായത്ത് ഒഫീഷ്യലി ഈ പേപ്പർ സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച അറിയിപ്പ്. തുടർന്നുള്ള നടപടികൾ ഒന്നും തന്നെ നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനിയും നമ്മൾ ശക്തമായി പ്രതികരിക്കും. എത്രയും പെട്ടെന്ന് ഈ ഒരു പേര് നീക്കം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. വളരെയധികം നന്ദി ശ്രീമതി അനീഷ്യ, വാർഡ് മെമ്പറാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.